പയ്യപ്പോ. ഹലോ ഡിയേഴ്സ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു കല്യാണത്തിന് പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. ഇന്ന് നമ്മൾ വെഡ്ഡിങ്ങിനാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുവാണ്. ഇന്ന് കുറച്ച് കാര്യമായിട്ട് തന്നെ മേക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചുകൂടെ ഭംഗിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും ഡ്രസ്സും എല്ലാം അതിന് മാച്ചിങ് ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അധികം പണിയുണ്ട്, കുറച്ചധികം തന്നെ. നീ എനിക്ക് ഇട്ടു ഞാൻ നിനക്ക് ഇട്ട് തരാം. എന്നാ ഞാൻ ഇട്ട് തരുമോ? ടാസ്ക് ആവോ? അതും ഇട്ടുതാ വേഗം ഇട്ടുതാ, സമയമില്ല. ഓക്കെ, എന്തുവാടി നിന്റെ ചെവി അടഞ്ഞു പോയോ? അവിടെ തിരിച്ചാൽ കുറച്ച് ടേണാക്കൊക്കെ. ആ കാപ്പിരി അടിച്ചു കളഞ്ഞു. ഞാൻ തന്നെ കേട്ടോ അടിച്ചു കളഞ്ഞു. സെറ്റ് ചെയ്തൊന്നല്ലടി, നിന്നെ പുഴുക്കോലെ ഇരിക്കുന്നത്. പറയാൻ പറഞ്ഞു, ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഫ്റ്റിൻ്റെ സ്പ്രേ ആണ്. 5 ഹോൾഡിംഗ് ഉണ്ട്. ഇത് അടിച്ചു കഴിഞ്ഞാൽ അനങ്ങില്ല കേട്ടോ, ആ കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. അത്രയ്ക്കും നല്ല സെറ്റിംഗ് സ്പ്രേ ആണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ലുക്ക് കാണണ്ടേ? നമുക്ക് കാണാം. വളമൊക്കെ പയ്യെ വീശാ മതി കേട്ടോ. ഇന്ന് റോഡിൽ വലിയ തിരക്കൊന്നും കാണുന്നില്ല. അപ്പോൾ വണ്ടി മാനുവൽ മോഡിട്ട് ഓടിക്കാൻ ഭയങ്കര രസം തോന്നുന്നുണ്ട്. ഒത്തിരി രസിക്കണ്ട കേട്ടോ, കാരണം കഴിഞ്ഞ ദിവസം രസിച്ചതിന്റെ പൈസ പോയത് ഓർമ്മയുണ്ടല്ലോ. നമ്മളത്ര വലിയ വളവിൽ മാത്രമുള്ള രസം മാത്രമേ ഉള്ളൂ. ഹെയർ പിൻ എല്ലാം കഴിഞ്ഞു, കയറ്റം കയറി ഇനി ഫുൾ ഇറക്കമാണല്ലോ. അത് സാരല്ല, പയ്യെ പോയാൽ മതി. അപ്പോൾ നമുക്ക് ഈ റോഡിൽ കൂടെയൊക്കെ ഒന്ന് മാനുവലൊക്കെ ഇട്ടൊന്ന് ഓടിക്കാനുള്ള ഒരു ഓപ്ഷൻ കിട്ടാറുള്ളൂ. തിരക്കില്ല എന്ന് പറയുമല്ല, അന്നേരത്തേക്കും തിരക്കായി. പയ്യപ്പോ പോകുന്നേ നമ്മുടെ വണ്ടിയുടെ മൈലേജ് വെച്ച് നോക്കുമ്പോഴേ നമുക്ക് അങ്ങനെ അത്ര അഗ്രസീവായിട്ട് ഓടിച്ചാലും രക്ഷയില്ല. പോക്കറ്റ് പെട്ടെന്ന് കലിയാവും. ഇപ്പൊ വല്ലപ്പോഴൊക്കെ ഒന്ന് ഫുൾ ടാങ്ക് ഡീസൽ ഓടിക്കുമ്പോ സാധാരണ ഡീസൽ കുറച്ച് പോരെ. എന്താണ്? അല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നേ. അതുകൊണ്ട് ഞാൻ എന്റെ അപ്പനോടൊക്കെ പറയായിരുന്നേ, സ്പീഡിൽ പോ. കാരണം അത്രയും താമസിക്കുമല്ലേ, അപ്പൊ അത്രയും ഫ്യൂവൽ എടുക്കുമല്ലേ. അല്ല ഭയങ്കര കണ്ടുപിടുത്തമായി പോയി. ഞാൻ എന്റെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കിയതാ. അപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ളത്. അങ്ങനെയൊന്നും അല്ല, ആർക്കാണേലും അങ്ങനെയല്ലേ ഫീൽ ചെയ്യും. അതെ. വേഗം വിട്ടോ എന്ന് പറഞ്ഞത് ഓർത്ത് കഴിഞ്ഞ ദിവസത്തെ പോലെ പറപ്പിക്കണ്ട. ഞാൻ തരില്ല പൈസ. ഞാൻ ആ 2 വളവില് നമുക്കൊരു ഫ്രീ വേ കിട്ടി കഴിഞ്ഞപ്പോൾ ചുമ്മാ വണ്ടിയുടെ പവർ, ഇത്രയും പവറുള്ള വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ഇടയ്ക്കുന്ന ആ ത്രോട്ടിൽ കൊടുക്കാൻ നമുക്കൊരു ആഗ്രഹം തോന്നില്ലേ. ഇന്നും നമ്മൾ ലേറ്റ് ആയിട്ടോ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഞാൻ പയ്യെ ആസ്വദിച്ച പതിയെ സമാധാനത്തിലേ പോകുന്നുള്ളൂ. ഇന്ന് ലേറ്റ് ആയ ഒന്നും പറയണ്ട, എന്റെ പൊന്നോ മതി. നമ്മുടെ എല്ലാ കാര്യങ്ങളും എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ ഏറ്റവും മുന്തിയ തരം കാറുകളും സ്പോർട്സ് കാറുകളും സ്പോർട്സ് ബൈക്കുകളും ഒക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എവിടെ ഓടിക്കും? ഇവിടെ ഓടിക്കാൻ സ്ഥലമില്ല. എന്നാ അത് ഓടിക്കാനായിട്ട് റോഡ് അതുണ്ടാവും. നല്ല റോഡ് വന്നു കഴിഞ്ഞാൽ ട്രാഫിക് ആയിരിക്കും. അല്ലാണ്ട് ഫ്രീ വന്ന് നിറച്ച് ക്യാമറ ആയിരിക്കും. കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ലക്ഷറി വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രം റോഡ് ഉണ്ടാക്കി എങ്ങനെ ഉണ്ടാവും? പട്ടണഭാഗങ്ങൾക്ക് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല പഞ്ഞിക്കിട ആൾക്കാർ അല്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞൊരു പരാതി പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ വെച്ചല്ലേ നമ്മൾ MVD ബുക്ക് ചെയ്ത. അല്ല, കുറച്ചൊരു അപ്രോച്ചാണ്. അപ്പൊ ഇങ്ങനെ പരാതി പറഞ്ഞ MVD അല്ലേ, പോലീസല്ലേ? പരാതിയല്ല, നമുക്ക് ഇതൊക്കെ നമ്മുടെ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്യാനായിട്ട് ഒരു റോഡ്, ഒരു ഇച്ചിരി ഒരു ട്രാഫിക്, നമ്മൾ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, അതൊക്കെ ഓണാക്കാൻ പറ്റും. ഇങ്ങനെ ട്രിവാൻഡ്രത്താന്നോ അല്ലെങ്കിൽ കൊച്ചിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ റോഡ് ഉണ്ടാക്കുമെന്ന് വെക്ക്, അവിടെ പോവോ ഓടിക്കാൻ വേണ്ടി? അവിടെ അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഇപ്പൊ പല നമ്മുടെ ഈ കേരളത്തിൽ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. റേസിംഗ് ട്രാക്ക് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ട്രാക്ക് ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് ഈ വണ്ടി തന്നെ ഡീസൽ ഓടിച്ച് ഓടിക്കണമെങ്കിൽ തന്നെ നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതും കത്തിച്ച് ആ ട്രാക്കിൽ ഓടിക്കാനായിട്ട് അവിടെ വരെ പോകാൻ പറ്റുമോ? അപ്പൊ നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ കുറച്ച് വഴികളിലൊക്കെ ഒന്ന് വണ്ടിയുടെ പവർക്ക് ഒന്ന് ഫീൽ ചെയ്ത് ആത്മസമ്മതി എന്താ സാധനം നിർവൃതി അടയുക. എന്നിട്ട് ഇങ്ങനെ പയ്യെ പോവാ. കൊള്ളാം. ഞാനിങ്ങനെ ആലോചിക്കാം, എന്താണ് നമ്മുടെ ഇവിടെ വലിയ സ്പീഡ് എടുക്കത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ലിമിറ്റഡ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗൂഗിൾ മാപ്പില് ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് നമുക്ക് ഇരുന്ന് റെസ്റ്റ് എടുത്ത് ഉറങ്ങായിരുന്നു. നമ്മുടെ ഇവിടെ അല്ലേ
എപ്പോഴാ തലയിൽ ചക്കയാടുക, ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞാൽ മഴക്കാലം കഴിഞ്ഞാൽ എപ്പോഴാ വെള്ളത്തിൽ മുങ്ങി പോകാന്ന് അറിയാൻ പാടിരിക്കുന്ന നമ്മുടെ അവസ്ഥ. അത് മാത്രല്ല അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ടല്ലോ ഇവിടെ എല്ലായിടത്തും തന്നെ അല്ലേ, അത് നടക്കില്ല. നമ്മുടെ ടൗൺ പോലെ ഇന്നിപ്പോ ഫ്രീ വേ അല്ലോ, വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനും കിച്ചാമണിയും വയലറ്റ് ഉടുപ്പിട്ടു കേട്ടോ. ഒരാള് വെള്ളം ഇടണമെന്ന് പറഞ്ഞ വെള്ളം ഇട്ടു. എന്നാ ചെയ്യണേ, ഒരു സാധനം ഇടണം എന്ന് പറഞ്ഞാൽ അത് ഇടണം, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. എനിക്ക് പണ്ട് മുതലേ മനസ്സിലാകാത്ത ഒരു കാര്യമാണ്, എല്ലാരും ഹസ്ബൻഡും വൈഫും വീട്ടിലുള്ള എല്ലാരും ഒരേ ഡ്രസ് ഇട്ടുകൊണ്ട് പോകണം എന്നുള്ളത്. ഈ സിനിമയ്ക്കകത്ത് പുലിവാൾ കല്യാണത്തിനകത്ത് മറ്റേ ഹരിശ്രീ അശോകന്റെ ഭാര്യയും 5-6 പിള്ളേരും എല്ലാരും പച്ച കളറോ ഏതോ ഒരു കളറ് ഒരേപോലെ ഇങ്ങനെ ഇട്ടു. അങ്ങനെ നിർബന്ധം വല്ലതും ഉണ്ടോ? നല്ല ശരി. എനിക്കാണെങ്കിൽ ഈ കളറുള്ള സാധനം ഒന്നുമില്ല. അവസാനം ഇവള് പണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഏതോ ഒരു സാധനം എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇതിട്ടാ സൂപ്പർ ആയിരിക്കുന്നു. അവളുടെ ഡ്രസ്സിന് മാച്ചാകാൻ വേണ്ടിട്ടേ മാച്ചിങ് വേണ്ടേ. പിന്നെ ഞാൻ ഒരു രീതി ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഇടട്ടെ. എന്നാന്നറിയാവോ, എന്റെ ഉടുപ്പേര് ഇങ്ങനെ വെള്ളി കളർ ഇതാണ്, സീക്വൻസ് വർക്കുകളാണ്. അപ്പൊ വെള്ളം ഇട്ടാലും കുഴപ്പമില്ലാന്ന് ഓർത്ത് അതുകൊണ്ടാണ് ഇട്ടോളാൻ പറഞ്ഞത്. നല്ല കാണായിരുന്നു കുട്ടിപൂരം. കിച്ചാവണി ഉറങ്ങിയോ? ഇല്ല കിച്ചാവണി. ഓ കിച്ചാവണിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ടോ ഭയങ്കരമായിട്ട്. മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഉറങ്ങുവാണ്. അപ്പൊ എന്താണ് നമുക്ക് ബാക്കി സ്ഥലത്ത് എത്തിക്കഴിഞ്ഞുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. കല്യാണ പെണ്ണും ചെറുക്കനും ഉപദേശിക്കാനായിട്ട്. അതെ എന്തെന്ന് എന്തിനാവാൻ എന്റെ അളിയന്റെ അടുത്ത് ഞാൻ പലതും പറയും, അത് നീ അറിയേണ്ട ആവശ്യമില്ല കേട്ടാ. അപ്പൊ എന്നാണ് എന്റെ അളിയൻ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു. 2 ഒരുങ്ങി കെട്ടി വന്നപ്പോഴത്തേക്കും കെട്ടി കഴിഞ്ഞാൽ ഒരുങ്ങി കെട്ടി മാത്രമല്ല വളരെ ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് വീട്ടില്. ആന്റി സ്പെഷ്യലായിട്ട് വിളിച്ചു പറഞ്ഞതാണ്, നേരത്തെ തന്നെ വീട്ടിലേക്ക് എത്തണം എന്നൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. അതിനൊക്കെ അനുസരിച്ച് പ്ലാൻ ചെയ്ത് നേരത്തെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ എനിക്ക് എന്റെ ഉത്തരവാദിത്തങ്ങൾ തീർത്താലേ ഇറങ്ങാൻ പറ്റും. അതെ, ഈ പ്രാവശ്യം ഞാൻ കാമാൻ കോയറ്റായിട്ട് വെറുതെ അവിടെ ചായ കുടിച്ചിരിക്കുകയായിരുന്നു. ഒത്തിരി പണിയുണ്ടായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. അതെ അതെ, എന്തായിരുന്നു ആ പണി? ഈ കോലത്തിലേക്ക് എത്താൻ പറ്റ പണി. അതുകൊണ്ട് അതിനു മുന്നേ ഒത്തിരി പണികൾ തീർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എനിക്കൊന്നും ഒരുങ്ങണമെന്ന് ആഗ്രഹമില്ല. അതോ ഞാൻ എപ്പോഴും പണിയെടുത്തോണ്ടിരുന്ന ആദ്യം. അല്ല, അതിനു മുമ്പ് എന്തായിരുന്നു പണി? അതിന് മുമ്പ് അടുക്കള പണി ഉണ്ടായിരുന്നു. അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിന്ന് എന്തെല്ലാം ബാഗിരി മേടിച്ചു, പാൽ ഒഴിച്ചു, കോരി തിന്നോളാൻ പറഞ്ഞു. പിന്നെ ചോറുണ്ടാക്കി, ബ്രൊക്കോളി ഉണ്ടാക്കി, പിന്നെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. അത് നമ്മളെല്ലാം കല്യാണത്തിന് പോകല്ലേ? അല്ല, അതൊക്കെ ഉണ്ടാക്കി വെച്ചു. വരുമ്പോ കഴിക്കണ്ടേ? വരുമ്പോ അത്താഴത്തിന് വേണ്ടിട്ട്. അതോ കല്യാണ ഹാളിന്ന് വൈകിട്ടത്തേക്കൂടെ പൊതിഞ്ഞ് മേടിക്കോ? അതവിടെ നിക്കട്ടെ. ഞാൻ എന്റെ അത്താഴം ഉണ്ടാക്കി ഇപ്പഴേ അത്താഴം ഉണ്ടാക്കി വെച്ചു അല്ലേ? എനിക്ക് വന്നിട്ട് ചുമ്മാ ഇരിക്കണം. അതെ, തള്ളി മറക്കേ. അല്ലാതെ 7 നേരം കയറി അടുക്കള കുത്തിരിക്കാൻ തന്നെ കിട്ടത്തില്ല. ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞ് ഫ്രീ ടൈം വേണം. എനിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ടൈം ഞാനല്ലാതെ ഈ വളവ് വെച്ചാണ് നമ്മളെ പിടിച്ചത്. ഇത് കഴിഞ്ഞ ആ വളവിൽ വെച്ചാണ് നമ്മളെ പോലീസ് പിടിച്ചത്. എന്റെ മുത്തച്ഛന്റെ സ്മരണയിൽ ബസ് വരുന്നതിന്റെ ആ വളവില്ലേ, അവിടെ വെച്ചാ? അവിടെ വെച്ചിട്ടാണ്. കൊച്ചുകൾ പമ്മിരിക്കാറ്. ഇന്ന് എന്നെ പിടിക്കാന്ന് വിചാരിക്കണ്ട. ഇന്നുണ്ടെങ്കിൽ സ്ലോ ചെയ്ത് നമുക്കൊരു ടാറ്റ ബൈ ബൈ. അല്ല, ഇന്ന് ഞാൻ സ്ലോയിലാണ് പോകുന്നത്. ഇന്നും കിടപ്പുണ്ടോ? ഇല്ല, അവിടെ ഒരു ഓട്ടോ കിടക്കണം. അല്ല, അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഓട്ടോ കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല തണല്, നല്ല സ്പോട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഇന്ന് അളിയന്റെ പേരിൽ ഞാൻ പറ്റു കുറിക്കും. ഞാൻ എന്റെ കൊച്ചളിയാ നീ വല്ലാണ്ട് മെലിഞ്ഞു പോയി. അതാണോ? എപ്പ എത്തുവോ? സമയം എത്രയായി? 11 മണിയായുള്ളൂ. 11 മണിയോ? എന്റെ പൊന്നെ, എന്നാ അതായിരിക്കും എന്നെ ഒരു ആന്റി ഇപ്പൊ വിളിച്ചു. ഞാൻ തിരിച്ചു വിളിച്ചു നോക്കട്ടെ. അപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടാണേലും പള്ളിയിലെത്തി. അപ്പോൾ അത് ചെറുക്കനും പെണ്ണും കറക്റ്റ് പള്ളിയിലേക്ക് കയറുന്ന ടൈമാണ്. രണ്ടുപേരും മന്ദം നടന്ന് പള്ളിയിലേക്ക് കയറുവാണ്. നല്ല രസമാണ് കേട്ടോ നടക്കാൻ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും വെള്ളയും നീലയൊക്കെ. ഇത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ? ഇതെല്ലാം നിങ്ങൾ പറഞ്ഞിട്ടാട്ടോ. എന്നോടും കിച്ചാനോടും പറഞ്ഞില്ലേ? അപ്പോൾ ഈ ഒരു കല്യാണമൊക്കെ വന്നപ്പോൾ കസിൻസ് എല്ലാവരും ഒത്തുകൂടാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു.
അപ്പോൾ അത് കല്യാണമൊക്കെ കഴിഞ്ഞ് ശർക്കരയും പെണ്ണും ഫോട്ടോഷൂട്ടിലാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എത്ര നേരമല്ലേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ശർക്കരയും പെണ്ണിനും മാലയും ബൊക്കയും കൊടുത്ത് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അത് കിച്ചാമണിയൊക്കെ റെഡി മണിയായിട്ട് നിൽപ്പുണ്ട്. ശർക്കര മാല കൊടുക്കാനും ബൊക്കെ കൊടുക്കാനും ഒക്കെ പിള്ളേർ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ നല്ല രസമാണ്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ രസമാണ്. അങ്ങനെ അപ്പോൾ ആ മാല ഉണ്ടാക്കിയിരിക്കുന്നത് ജിപ്സം ഫ്ലവർ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ആ ഒരു കുരുകുരാന്നുള്ള പൂക്കൾ കണ്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ കിച്ചാമണിയുടെ ഡ്യൂട്ടി അവൾ ചെയ്തു. പയ്യൻ നൈസായിട്ട് മാറി നിൽക്കുകയാണ്. ഇനി അടുത്ത ഓരോ പിള്ളേരായിട്ട് ഇങ്ങനെ ഓരോന്ന് ഒക്കെ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇത് ഫുള്ള്. അപ്പോൾ ഇവർ നല്ല ഓളമായിരുന്നു, നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ കൂടിയിട്ട്. അങ്ങനെ അതൊക്കെയായിരുന്നു മെയിൻ പരിപാടികൾ. അപ്പോൾ അതേ ശർക്കരയും പെണ്ണിനെയും ഹാളിലേക്ക് കൊണ്ടുപോവാണ്. ഹാളിൽ ചെന്ന് എല്ലാവരും ഫോട്ടോ സെക്ഷനും പരിപാടികളൊക്കെയാണ് കേട്ടോ. ഇഷ്ടം പോലെ ഫോട്ടോ എടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മളും ഫോട്ടോ എടുക്കാൻ കുറേ കഴിഞ്ഞാണ് കയറിയത്. അപ്പോൾ അങ്ങനെ ഫുഡിങ്ങാണ് അടുത്ത പരിപാടി. ഞാനും കിച്ചാമണി ഒരുമിച്ചാട്ടോ ഇരുന്നത്. പിന്നെ അളിയന്മാരെല്ലാം അപ്പുറം ഒരുമിച്ചാണ് ഇരുന്നത്. ഞങ്ങൾ ഗേൾസ് എല്ലാം ഇപ്പുറേ സൈഡിൽ ഒരുമിച്ചാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും വളരെ എൻജോയ് ചെയ്തു. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇതേ അളിയന്മാരെല്ലാം കൂടെ ഇരുന്ന് നല്ല ഫുഡ് അടിയാണ്. എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡ് അടിയാണ് കേട്ടോ പരിപാടി. പിന്നെ അതേ സ്റ്റേജിൽ കയറാനുള്ള അവസരം കിട്ടി. നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് ഹായ് ഹൂയൊക്കെ കൊടുത്ത് പിന്നെ ഈ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഭയങ്കര ചമ്മലാണ് കേട്ടോ. എങ്ങനെയെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തൊന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നേ ഉള്ളൂ. എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മളെ ശ്രദ്ധിക്കില്ലേ. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ ചമ്മലൊന്നുമല്ല, പക്ഷേ എവിടെ നിൽക്കും എങ്ങനെ നിൽക്കും എന്നെല്ലാം ആലോചിച്ചിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് ഒരുവിധം എല്ലാവരും നിന്ന് കേട്ടോ. കിച്ചാമണി അപ്പുറം വിട്ടു, ഞാനിപ്പുറം നിന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് സെറ്റായി. ഫോട്ടോ എടുത്തു. എന്റെ അമ്മയെ മതി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ഇഡ്ഡലി പഴം പുഴുങ്ങുന്നതൊക്കെ എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായി. ഈ മാതിരി പുകഞ്ഞു കഴിഞ്ഞാൽ എന്താണേലും പുഴുങ്ങി പോകുമല്ലോ. ഒമ്മാതിരി ഒരു പുഴുങ്ങലല്ലേ ഇപ്പൊ. കല്യാണം മാതിരിയുള്ള ഡ്രസ്സിലാണ് നമ്മുടെ ഈ ചൂട് കാലത്ത് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളും ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ എല്ലാം മഞ്ഞമല്ലയിലേക്ക് ഇടേണ്ട ഡ്രസ്സ് കിട്ടുന്നുണ്ട്. അതല്ലേ ഞാനും അത് യോജിക്കുന്നു. പക്ഷെ എല്ലാരും വേഷം കെട്ടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടണ്ടേ. എല്ലാരും വേഷം കെട്ടുമ്പോൾ നമ്മൾ കുറച്ച് കോലമെങ്കിലും കെട്ടണ്ടേ. അപ്പൊ എന്നാണേലും മതിയായിട്ടോ. എന്റെ അമ്മ മതി. ഞങ്ങൾ ആണുങ്ങൾ നോക്കി എന്ത് കല്യാണം എന്ത് സംഭവം എന്ന് പറയാം. ഞങ്ങൾ ടീഷർട്ട് ഒരു ഷർട്ട് ഒരു പാന്റ് ഞങ്ങളുടെ ചുരിദാർ നിങ്ങൾക്ക് ഇടാൻ പറ്റുമോ? ഇല്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഡ്രസ് ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ സഹിച്ചോ, അനുഭവിച്ചോ. നടക്കാൻ പറ്റൂ. പൊട്ടും കുറ്റിയിൽ വരുന്ന പൊട്ടോ പഴം പൊഴിഞ്ഞ് വരുന്ന പഴോ എന്താ കിച്ചാമണിയുടെ ഒരു വിവരം പോലും ഇല്ല കേട്ടോ. കിച്ചാമണി എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലൊരു ഇതായിരുന്നു അല്ലേ. ഇനിയുണ്ടോ ഇങ്ങനെ? അല്ലേ അങ്ങനെ പറഞ്ഞു അളിയനുള്ള ട്രോളായി പോകും. അയ്യോ അത് ഞാൻ ചോദിക്കുന്ന ചോദ്യമായിരുന്നു. ഇതിട്ട് അളിയന്മാർ ഇനി കണ്ടിട്ട് നിൽക്കുന്നത് ചിഞ്ചു ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അളിയന്മാരിലാണ് എന്നെ കുനിച്ചെത്തിയിരിക്കും. മഞ്ഞിക്കിടും. അപ്പൊ എന്തായാലും അളിയനും വൈഫിനും എല്ലാവിധ ആശംസകളും വെൽക്കം ടു അല്ലേ വെൽക്കം ടു എങ്ങോട്ടാ? വെൽക്കം ടു ഊട്ടി അല്ല, ഈ ഒരു ഫാമിലി ലൈഫിലേക്കുള്ള ഒരു വെൽക്കം. ഇത്ര നാള് സൂചിച്ചിങ്ങനെ സിംഗിൾ ലൈഫ് നടക്കുമല്ലായിരുന്നു. അനുഭവിക്കും നീ. എന്റെ കൂടെ കൂടിയിട്ട് എന്നാ ഒരു പ്രശ്നം പറ്റിയ? ഒരു പ്രശ്നം എനിക്ക് ഇപ്പൊ അറിയണം എന്നാ പറ്റിയത്. ഇപ്പൊ അറിയണം എനിക്ക്. ഒന്നുമില്ല. ശരി, ഇതിനൊരു തീർപ്പാക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.